പാകിസ്ഥാൻ എവിടെ പോയാലും അപമാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോയാലോ അല്ലെങ്കിൽ റഷ്യയിലേക്ക് പോയാലോ അമേരിക്കയിലേക്ക് പോയാലോ ലണ്ടനിലേക്ക് പോയാലോ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ആ ഒരു ഊഷ്മളമായിട്ടുള്ള സ്വീകരണം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതേസമയം ആ സ്വീകരണത്തെ ഇവിടെ കിടന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ എതിർക്കുന്നവർ വലിയ രീതിയിൽ വിമർശിക്കാറുണ്ട്, അതിനെ ആഘോഷിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാല് വഴുതുന്നുണ്ടോ അതായാലും മതി പ്രധാനമന്ത്രിയെ വിമർശിക്കാനും കളിയാക്കാനും. എന്നാൽ പാകിസ്ഥാന്റെ ഗതി എന്താണെന്ന് നിങ്ങൾ അറിയണം. പാകിസ്ഥാന്റെ മന്ത്രിമാരെ എങ്ങനെയാണ് മറ്റു രാജ്യത്തുള്ളവർ ട്രീറ്റ് ചെയ്യുന്നത്? പലപ്പോഴും ഷഹബാസ് ഷെരീഫിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റഷ്യയിലേക്ക് ഷഹബാസ് ഷെരീഫ് എത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് ഷഹബാസ് ഷെരീഫിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴിതാ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സ്റ്റേജിൽ പാകിസ്ഥാന്റെ മന്ത്രി, പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ ആയിട്ടുള്ള മൊഹസിൻ നഖ്വി കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയിരുന്നു. മൊഹസിൻ നഖ്വി കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയപ്പോൾ ലണ്ടനിൽ മൊഹസിൻ നഖ്വിയെ കാറിനകത്ത് പ്രവേശിക്കാനായിട്ട് സമ്മതിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാറിനകത്ത് പ്രവേശിക്കാനായിട്ട് സമ്മതിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാറിനകത്ത് ഈ മൊഹസിൻ നഖ്വി എന്തെങ്കിലും അനധികൃത പ്രവർത്തനങ്ങൾ നടത്താൻ പോവുകയാണോ എന്നുള്ള ഒരു പരിശോധനയാണ് അവിടെ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനദർ മൊമെന്റ് ഓഫ് എംബാരസ്മെന്റ് ഫോർ പാകിസ്ഥാൻ ഓൺ ദ ഗ്ലോബൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. ഇന്റീരിയർ മിനിസ്റ്റർ മൊഹസിൻ നഖ്വി ഫേസ്ഡ് എ ഹാർഷ് വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ഫോർ എക്സ്പ്ലോസീവ്സ് ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ ട്രീറ്റ്മെന്റ് ഇൻ ലണ്ടൻ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ഈ മൊഹസിൻ നഖ്വിയെ കുറെ നേരം കാറിനകത്ത് കയറ്റാതെ പിടിച്ചു നിർത്തുകയും ഇയാളുടെ ദേഹപരിശോധന അടക്കം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ലണ്ടന്റെ സുരക്ഷ അവിടെയുള്ള പോലീസുകാർ ഉറപ്പാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം പാകിസ്ഥാന്റെ റിയൽ ഇമേജ് ഇതാണ്. പാകിസ്ഥാനിൽ മന്ത്രി എന്നില്ല, പാകിസ്ഥാനിലെ ഒരു പൗരൻ എന്നില്ല. ആര് എപ്പോൾ എവിടെ വെച്ച് പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ലണ്ടൻ അവരുടെ സുരക്ഷ ഉറപ്പാക്കിയെന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.